Capital Focus നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Eversafe Fire and Safety Equipment LLC. Supply, installation and maintenance of fire alarm system, fire hose reel, sprinkler system, fire extinguishers and marine safety. Experienced and qualified engineers, technicians and staff. Over 2 decades of service experience. Total solution for safety. Your safety is our concern. Eversafe Fire and Safety Equipment LLC, Abu Dhabi and Musaffar. Opening shortly in Dubai and Kochi. മാന്യ പ്രേക്ഷകർക്ക് എവർസേഫ് ക്യാപിറ്റൽ ഫോക്കസിലേക്ക് സ്വാഗതം. അബുദാബിയിലെ വാർത്താ വിശേഷങ്ങളാണ് ആദ്യം. ബോളിവുഡിലെ പ്രമുഖ നടനും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശത്രുഘ്നൻ സിൻഹ അബുദാബിയിലെ എമിറേറ്റ്സ് ഫ്യൂച്ചർ അക്കാദമിയുടെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കൈരളി കൾച്ചറൽ ഫോറം 12ാം വാർഷികാഘോഷം പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ 33ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. UAEയിൽ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിനു ശേഷം വിവിധ ഇടങ്ങളിലായി നടത്തിയ തെരച്ചിലിൽ 385ഓളം അനധികൃത താമസക്കാരെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. അബുദാബിയിലെ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിൽ പെസഹ വ്യാഴം സമുചിതമായി ആചരിച്ചു. ക്രിസ്തുദേവന്റെ പീഠാനുഭവ ഓർമ്മകൾ പുതുക്കുന്ന ദുഃഖവെള്ളി വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്നു. ബോളിവുഡിലെ പ്രമുഖ നടനും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശത്രുഘ്നൻ സിൻഹ അബുദാബിയിലെ എമിറേറ്റ്സ് ഫ്യൂച്ചർ അക്കാദമിയുടെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അബുദാബി മുസഫയിലെ എമിറേറ്റ്സ് ഫ്യൂച്ചർ അക്കാദമിയുടെ KG വിഭാഗത്തിന്റെ വാർഷികാഘോഷങ്ങൾ പ്രമുഖ ബോളിവുഡ് അഭിനേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശത്രുഘ്നൻ സിൻഹ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ സോഷ്യൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ NTS ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഫ്രാൻസിസ് ക്ലീറ്റസ് അധ്യക്ഷത വഹിച്ചു. ഫുജൈറ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് അബ്ദുള്ള അൽ ഷർക്കി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന മുൻ DGP ജേക്കബ് പുന്നൂസ്, പ്രൊഫസർ തമ്പി, ഇബ്രാഹിം അൽ ഹാദി, ISC പ്രസിഡന്റ് ജോയ് തോമസ് ജോൺ എന്നിവർ സംസാരിച്ചു. മാതാപിതാക്കളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്ത പരിപാടിയിൽ 400ഓളം കുട്ടികളുടെ നിറപ്പകിട്ടാർന്ന കലാപരിപാടികളും അരങ്ങേറി. കൈരളി കൾച്ചറൽ ഫോറം 12ാം വാർഷികാഘോഷം പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുസഫയിലെ NPCCയിലെ തൊഴിലാളി കൂട്ടായ്മയായ കൈരളി കൾച്ചറൽ ഫോറം 12ാം വാർഷിക ആഘോഷങ്ങൾ പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. KSCയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫോറം സെക്രട്ടറി അഷ്റഫ് ചമ്പാട് സ്വാഗതം പറഞ്ഞു. അബുദാബിയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫോറം സംഘടിപ്പിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി NPCCയിലെ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനം വിതരണം ചെയ്തു. ഫോറം ഏർപ്പെടുത്തിയ മികച്ച വായനക്കാരനുള്ള പുരസ്കാരം ഇക്ബാലിന് സമ്മാനിച്ചു. ചെസ്, ക്യാരംസ്, വടംവലി മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ നൽകി. അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. NTV ന്യൂസ്, അബുദാബി. സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ 33ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനമായി. അബുദാബി ശക്തി തിയേറ്റേഴ്സിന്റെ 33ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ, പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ്, പ്രമുഖ നാടക പ്രവർത്തകൻ ഇബ്രാഹിം വെങ്ങര എന്നിവർ സംബന്ധിച്ചു. മലയാളികൾക്ക് സാംസ്കാരിക മറവിരോഗം ബാധിച്ചിരിക്കുന്നുവെന്നും ഒരു ദേശത്തിന്റെ ഭാഷയും സംസ്കാരവും നശിച്ചാൽ അടിമ ജീവിതമായിരിക്കും പരിണിത ഫലമെന്നും അത് കേരളത്തിൽ പുലർന്നു കാണാൻ അധികം വേണ്ടിവരില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഏഴാച്ചേരി പറഞ്ഞു. വിവിധ സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. NTV ന്യൂസ്, അബുദാബി. UAEയിൽ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതിനു ശേഷം വിവിധ ഇടങ്ങളിലായി നടത്തിയ തെരച്ചിലിൽ 385ഓളം അനധികൃത താമസക്കാരെ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. നിയമവിരുദ്ധമായി UAEയിൽ തങ്ങുന്ന വിദേശികൾക്ക് ശിക്ഷകൾ ഇല്ലാതെ രാജ്യം വിടാനായി അവസരമൊരുക്കി UAE സർക്കാർ അനുവദിച്ച 2 മാസത്തെ പൊതുമാപ്പ് കാലാവധി ഫെബ്രുവരി 4-ന് അവസാനിച്ചതിന് ശേഷം നടത്തിയ തെരച്ചിലിൽ അബുദാബിയിൽ നിന്നും 125 പേരെയും അലൈനിൽ നിന്ന് 100 പേരെയും പിടികൂടിയതായി താമസ കുടിയേറ്റ വകുപ്പ് വിഭാഗം അബുദാബിയിൽ അറിയിച്ചു. അബുദാബിയിൽ നടത്തിയ പരിശോധനയിൽ 79 പുരുഷന്മാരും 46 സ്ത്രീകളുമാണ് പിടിയിലായത്. സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവരാണ് സ്ത്രീകളിൽ അധികവും. ഇവരിൽ ഭൂരിഭാഗവും ഏഷ്യൻ വംശജരാണെന്നും അധികൃതർ അറിയിച്ചു. അലൈനിൽ വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 87 പുരുഷന്മാരും 13 സ്ത്രീകളുമടക്കം 100 പേരാണ് പിടിയിലായത്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് തങ്ങുന്ന അനധികൃത താമസക്കാരെ കണ്ടുപിടിക്കാൻ നോ ടു വയലേറ്റേഴ്സ് ഫോളോ അപ്പ് വിഭാഗം പരിശോധന കർശനമാക്കിയിരുന്നു. ഇത്തരം പരിശോധനകൾ ഇനിയും തുടരുമെന്നും അനധികൃത താമസക്കാരെ ഒഴിവാക്കി രാജ്യത്ത് സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുന്നതിനുള്ള നടപടികളുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രാലയം അബുദാബിയിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അബുദാബിയിലെ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിൽ പെസഹ വ്യാഴം സമുചിതമായി ആചരിച്ചു.
ക്രൈസ്തവ വിശ്വാസികളുടെ വിശുദ്ധവാരത്തിലെ പെസഹ ദിനാചരണം അബുദാബിയിലെ സെന്റ് ജോസഫ് കാത്തലിക് കത്തീഡ്രൽ ചർച്ചിൽ നടന്നു. അന്ത്യ അത്താഴ ദിവസം ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ചുംബിച്ചതിൻ്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവർ പെസഹ ദിനം ആചരിക്കുന്നത്. വൈകുന്നേരം 6:30 കത്തീഡ്രൽ അങ്കണത്തിൽ പ്രദക്ഷിണത്തോടെയാണ് പെസഹ ദിനാചരണം തുടങ്ങിയത്. തുടർന്ന് നടന്ന ശുശ്രൂഷാമധ്യേ ബിഷപ്പ് പോൾ ഹിൻഡർ വിശ്വാസികൾക്ക് പെസഹ ദിന സന്ദേശം നൽകി. പിന്നീട് ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 വിശ്വാസികളുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ബിഷപ്പ് പോൾ ഹിൻഡറും സെന്റ് ജോസഫ് കത്തീഡ്രൽ വികാരി ഫാദർ സവാരി മുത്തുവും മറ്റ് പുരോഹിതരും ഗാന ശുശ്രൂഷകരും നേതൃത്വം നൽകി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പെസഹ ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയത്. ക്രിസ്തുദേവന്റെ പീഠാനുഭവ ഓർമ്മകൾ പുതുക്കുന്ന ദുഃഖവെള്ളി വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്നു. അബുദാബി സെന്റ് ജോസഫ് കാത്തലിക് കത്തീഡ്രൽ രാവിലെ 8 മണിയോടെ ദുഃഖവെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചു. യേശുദേവന്റെ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ ആചരിക്കുന്നതിനായാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ വലിയ നോയമ്പിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. സെന്റ് ജോസഫ് കാത്തലിക് കത്തീഡ്രൽ ഫാദർ ജോർജ് കുന്നേലിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. തുടർന്ന് ഗാന ശുശ്രൂഷയും വായനാ ശുശ്രൂഷകളും നടന്നു. ബിഷപ്പ് പോൾ ഹിൻഡർ വിശ്വാസികളെ ആശീർവദിച്ചു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ രാവിലെ തന്നെ പീഡാനുഭവ ശുശ്രൂഷ ആരംഭിച്ചു. ഫാദർ VC ജോസ് ചമ്മനം, ഫാദർ ചെറിയാൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുശ്രൂഷാ കർമ്മങ്ങൾ നടന്നത്. വചന ശുശ്രൂഷയും തുടർന്ന് കുർബാനയും നടന്നു. കുർബാന മധ്യേ ഫാദർ VC ജോസ് ചമ്മനം പീഡാനുഭവ സന്ദേശം നൽകി. നിരവധി വിശ്വാസികളാണ് പീഡാനുഭവ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അബുദാബി മുസഫ മാർത്തോമ ചർച്ചിൽ രാവിലെ 9 മണിയോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾ ആരംഭിച്ചു. 4.5 മണിക്കൂറുകൾ എടുത്താണ് വിവിധ ശുശ്രൂഷാ കർമ്മങ്ങൾ പൂർത്തിയായത്. സഭാ സെക്രട്ടറി റവറൻ PT തോമസ്, റവറൻ ജോർജ് ജോൺ ഫിലിപ്പ്, റവറൻ ഷാജി തോമസ്, റവറൻ മനോജ് ഇടിക്കുള എന്നിവരുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത്. 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ കർമ്മത്തിൽ പങ്കെടുത്തു. ക്യാപിറ്റൽ ഫോക്കസിൽ ഇന്നത്തെ അതിഥിയായി എത്തുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് നിരൂപകനായ ഫൈസൽ എളൈറ്റിലാണ്. ഒരിടവേളയ്ക്ക് ശേഷം അദ്ദേഹവുമായി തിരിച്ചെത്തും. Eversafe Fire and Safety Equipment LLC. Supply, installation and maintenance of fire alarm system, fire hose reel, sprinkler system, fire extinguishers and marine safety. Experienced and qualified engineers, technicians and staff. Over 2 decades of service experience. Total solution for safety. Your safety is our concern. Eversafe Fire and Safety Equipment LLC, Abu Dhabi and Musafa. Opening shortly in Dubai and Kochi. ഈ അധ്യായത്തിൽ നാട്ടിൽ നിന്നെത്തിയ പ്രശസ്തനായ ഒരു വ്യക്തി, അദ്ദേഹത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ശ്രീ ഫൈസൽ എളൈറ്റിൽ. ക്യാപിറ്റൽ ഫോക്സിലേക്ക് സ്വാഗതം. മാപ്പിളപ്പാട്ട് ഗാനശാഖ ഏറെ ജനകീയമായതോടുകൂടെ തന്നെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. അതിന് എന്താണ് കാരണം? ഇത് തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലാണ് എന്നൊരു ചോദ്യം ഉണ്ടവിടെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സംഗീത ശാഖ കേരളത്തിലെ ഒരു പ്രത്യേക പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ഇടയിൽ ഒതുങ്ങി നിന്ന ഈ ഒരു സംഗീത സാഹിത്യ ശാഖ ഇപ്പോൾ ഇന്ന് വിഷ്വൽ മീഡിയയുടെയൊക്കെ ഒരു വല്ലാത്ത കാലത്താണല്ലോ നമ്മൾ. അപ്പോൾ ആ സമയത്ത് ലോകത്തിന് അതിർവരമ്പ്, ഇപ്പോൾ മലബാറിലോ കേരളമോ അതിർവരമ്പുകൾക്കപ്പുറം മലയാളികളുടെ ഒരു തലത്തിലേക്ക്, മൊത്തം മലയാളികൾ ശ്രദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ഒരു ശാഖ ഉയർന്നിരിക്കുകയാണ്. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് വളരെ ചുരുങ്ങിയ ഒരു ലോകമാണ് ഇതുണ്ടായിരുന്നത്, ഒരു പരിധിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സീറ പാരായണ സദസ്സുകളിൽ അറബി മലയാളത്തിലുള്ള പാട്ടുകളൊക്കെ പാടി വരുന്നൊരു കാലഘട്ടം. പിന്നീട് ഇപ്പോൾ അതിനുശേഷം ഗ്രാമഫോൺ റെക്കോർഡുകൾ വന്നു. ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ ശ്രദ്ധേയരായ പാട്ടുകാർ അവരാണ് അതിൽ പാടിക്കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ മെയിൻ സ്ട്രീമിൽ വന്നു എന്നൊരു കാലം. അതിനുശേഷം കാസറ്റുകൾ, പിന്നെ ഓഡിയോ, CD, വീഡിയോ കാലഘട്ടം. അപ്പോൾ ആൽബം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ രംഗത്തുള്ള പ്രതികരണങ്ങൾ വളരെ അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലക്ക് പാട്ടിൻ്റെ മേഖലയിൽ ഞാൻ കാര്യമായ സംഭാവന ചെയ്തിട്ടില്ലെങ്കിലും ഈ രംഗത്തെ പ്രതികരണങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റിയൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, വിഷ്വൽ ആൽബങ്ങൾ ഈ പാട്ടിൻ്റെ മൗലികതയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു തരത്തിലേക്ക് ഇതിൻ്റെ ആസ്വാദകർ എത്തിപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഉണർവ് എന്നുള്ള തരത്തിൽ റിയാലിറ്റി ഷോകൾ വന്നത്. സാധാരണ റിയാലിറ്റി ഷോകളിൽ ശ്രുതി താളം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഈ പാട്ട് ഒരു പാട്ട് മാത്രമല്ല,
ഇതൊരു ചരിത്രം, ഇതൊരു സാംസ്കാരികമായ ഒരു വല്ലാത്തൊരു തലമുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായ ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് തീർത്തും കമേഴ്സ്യലാണ്. അപ്പോൾ ആ സമയത്ത് ചാനലുകളുടെ മൊത്തം ചാനൽ മുഴുവനും ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി, ആ മത്സരങ്ങൾ. അപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ചില പരീക്ഷണങ്ങൾ വീണ്ടും ഇതിന് ആശങ്കയുണർത്തുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സാധാരണ പ്രേക്ഷകർക്ക് പാട്ട് കേട്ടാൽ മതി എന്നുള്ളതാണ്. അതിൽ പെർഫോമൻസിനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വേഷം കെട്ടലുകൾക്കോ ഒന്നും ഒരു പ്രാധാന്യമില്ല. അതിൻ്റെ ഒരു ശുഭസൂചനകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ട്. കാരണം വീണ്ടും ഇതൊക്കെ എല്ലാ ഈ ആളുകളും പരിപാടി നടത്തുന്ന ആളുകൾ ഇത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു തലം ഈ കാലഘട്ടത്തിലെ വിവരസാങ്കേതിക വിദ്യക്കും സാങ്കേതിക പുരോഗതിക്കും അനുസരിച്ചാണെന്നാണ്. നമ്മളിതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാപ്പിളപ്പാട്ടിൻ്റെ തനത് രീതികളിൽ നിന്ന് മാറി ഈ അടിപൊളി ട്രെൻഡ് മിക്സ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളൊരു അപചയമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഈ തനിമ, തനത് എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. കാരണം മറ്റ് മത്സര പരിപാടികളിലും സ്കൂൾ തല മത്സരങ്ങളിലൊക്കെ വളരെ വിവാദമാണ് ഈ വാക്ക്. ശരിക്കും ഈ തനിമ പഴമയല്ല. തനിമ ഒരു സംസ്കാരത്തോടുള്ള നീതി പുലർത്തലാണ്. അത് പുതിയ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ തനിമ കാത്തു സൂക്ഷിക്കാവുന്നതാണ്. ഒരു കലക്ക് ഒരു വല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ട് വല്ലാത്ത രൂപത്തിൽ ഇതിൻ്റെ ഒരു വളർച്ചയെ തടഞ്ഞു നിർത്തുന്ന തരത്തിൽ നമ്മൾ ഇതിൻ്റെ ഇത്തരം വാക്കുകൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. മാപ്പിളപ്പാട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാലത്തോട് സംസാരിച്ചാണ്. അത് ഏത് കലയും അങ്ങനെ തന്നെയാണ്. കാലത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ഭക്തി, പ്രണയം, ആത്മീയത, പ്രവാചക പ്രകീർത്തനം, സ്വാതന്ത്ര്യ സമരം പോലെയുള്ള സമരങ്ങൾ, ഇതിഹാസങ്ങൾ, പടപ്പാട്ടുകൾ, ജീവിതവും സമരവും നേരം പോക്കുകളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അടയാളപ്പെടുത്തിയതാണ്. കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം പാട്ടിന് പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മെസ്സേജ് ജനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പഴയകാലത്തെ ഹിറ്റ് മാപ്പിളപ്പാട്ടുകളൊക്കെ ഈ പുതിയ ഗായകർ റീമേക്ക് ചെയ്ത് പാടുമ്പോൾ ഉച്ചാരണ ശുദ്ധിയിലുള്ള വ്യത്യാസം കൊണ്ടോ അക്ഷരങ്ങൾ മാറ്റിയിട്ടൊക്കെ പാടി വികലമാക്കുകയാണ്. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ പുതിയ ഒരു ട്രെൻഡിൻ്റെ ഭാഗം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണിത്. ഇവരൊക്കെ ഈ ആൽബം ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പം പാടുന്നവന് പ്രസക്തിയില്ല, ഈ എഴുതുന്നവന് പ്രസക്തിയില്ല, മൗലികമായ സംഗീതത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഈ കെട്ടുകാഴ്ചകളാണ്. അപ്പോൾ അതിൽ വിഷ്വൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം ഒരു പാട്ട് അവതരിപ്പിക്കുമ്പോൾ പാട്ടിനെ വിലയിരുത്തുന്ന കാലത്താണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ജീവിച്ചത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ പാട്ട് പാടാനുള്ള കണ്ടീഷൻ എന്താ? ഒന്നവൻ ഗ്ലാമറുള്ള ആളായിരിക്കണം, രണ്ടാമത്തത് അയാൾ പെർഫോമർ ആയിരിക്കണം, മൂന്നാമത്തത് അയാൾ ഡ്രസ് കോഡാണ്, നാലാമത്തതാണ് പാട്ട് പാടാനുള്ള കഴിവ്. അതിനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു ട്രെൻഡ്. ഇപ്പോൾ ഷോ ആണ്. ഇപ്പം പണ്ടൊരു പ്രോഗ്രാമിന് പോകുന്ന ഇപ്പോൾ ഷോക്ക് പോകുക എന്നുള്ളത്. ഇതിന് ഉത്തരവാദി യഥാർത്ഥ ഒരു ആസ്വാദകരാണ്. ഇവർക്ക് ഈ തലം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ്. നല്ല പാട്ടുകൾ ഇപ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം റിയാലിറ്റി ഷോ മാപ്പിളപ്പാട്ടിൽ സജീവമായപ്പം ഇത്തരം ആളുകൾക്ക് പ്രോഗ്രാമുകൾ കുറഞ്ഞു. നിങ്ങൾ സൂചിപ്പിച്ച ആളുകൾക്ക് പ്രോഗ്രാം കുറഞ്ഞു എന്ന് എനിക്ക് നേട്ടറിയാം. അവർക്ക് പഴയ താരപരിവേഷം ഇപ്പം ഇല്ല. ഈ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടായത്. ഇത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സംഗീത ശാഖയെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ പാടുന്നതുകൊണ്ടാണ്. എന്താണ് പാടുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്താ പറയുക, ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ ഇവർ നിലനിൽക്കാൻ പോകുന്നില്ല. പ്രശസ്തനായ ഒരു ഗായകൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളൊക്കെ ഉള്ളൊരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, പഴയ പാട്ടുകളൊക്കെ നല്ലതാണെന്നും ഞങ്ങളുടെ പുതിയ പാട്ടുകാർ മോശക്കാരാണെന്നും പറയുന്നൊരു ട്രെൻഡുണ്ട്. ചിലപ്പം ചാനലിലൊക്കെ ആ സമയം സൂചിപ്പിക്കുന്നത് കൊണ്ട് എന്നെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, പിന്നെ ഞങ്ങളെ പാട്ടാണ് ആളുകൾ കാണുന്നത്, കേൾക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വലിയൊരു ബെനിഫിറ്റാണ്. പഴയ പാട്ടുകൾ ആളുകൾ എന്തിനാണ് കേൾക്കുന്നത്? പുതിയ ആളുകൾ ഞങ്ങളെ പാട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ആരും അസൂയപ്പെട്ടൊരു കാര്യമല്ല. കൂടുതൽ ആളുകൾ പാടുന്നതും കേൾക്കുന്നതും ഞങ്ങളെ പാട്ടാണ്. അത് നല്ലതാണെന്നതിൻ്റെ അപ്പം ഞാനതിന് മറുപടി പറഞ്ഞു ആ വേദിയിൽ. ഞാൻ പറഞ്ഞു അത് നല്ലതാണെന്നുള്ള ലക്ഷണമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു അവിടെ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ നല്ല സിനിമയാണോ? അപ്പം നമ്മൾ ചില തട്ടുപൊളിപ്പൻ പടങ്ങളാണ്, ഞാൻ പേര് പറയുന്നില്ല, ഈ പടങ്ങളാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത്, അതുകൊണ്ട് അത് നല്ല പടമാണോ? അതൊന്നും അതിൻ്റെ ഒരു മാനദണ്ഡമല്ല. ഇവർ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ട്രെൻഡാണ്. നല്ലതാരും ചെയ്താലും അംഗീകരിക്കപ്പെടുന്നുള്ളതാണ്. നിരവധി പ്രോഗ്രാമുകളിൽ
ജഡ്ജായിട്ട് താങ്കൾ പങ്കെടുത്തു കഴിഞ്ഞു. ഈ ഒരു സംഗീത ശാഖയിൽ പ്രവർത്തിച്ച കാലത്തിനിടയ്ക്ക് താങ്കൾക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പറയാമോ? ഇത് പിന്നെ ഞാൻ ആദ്യം വേറൊന്ന് പറയട്ടെ. ഈ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം, കലാകാരൻ നിലവിൽ. കാരണം ഞാൻ ശരിക്കും എന്താണ് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാനൊരു പാട്ട് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് ഇപ്പോഴത്തെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ സംഭാവന, ഞാൻ എഴുതാത്തതാണ്. രണ്ടാമത്തത്, ഞാനൊരു പാട്ട് പാടിയിട്ടില്ല, സംഗീത സംവിധാനം നിർവഹിച്ചിട്ടില്ല. പക്ഷേ മാപ്പിളപ്പാട്ടിൻ്റെ താരങ്ങൾ, പാട്ടുകാർ, സംഗീത സംവിധായകരൊക്കെ അംഗീകരിക്കപ്പെടുന്നത് പോലെ ചില സ്ഥലത്ത് അതിനേക്കാൾ എനിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുന്ന ഒരാൾ, ആലുവക്കാരനായ ഒരു നാസിം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ദുബായിൽ. അപ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിന് എനിക്കൊരു ഉപഹാരം തരണം. അപ്പോൾ നമ്മൾ സാധാരണ ഉപഹാരങ്ങൾ മെമൻറ്റോസൊക്കെ ആണല്ലോ നമ്മൾ. അപ്പോൾ പറഞ്ഞു, എനിക്ക് സാറിന് ഉപകാരപ്പെടുന്നൊരു കാര്യമാണെന്ന്. അങ്ങനെ ഞാൻ അൽനാസർ ലെഷർലാൻഡിൽ ഒരു പ്രോഗ്രാം വരുമ്പോൾ പുള്ളിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും വേണമെന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ടിക്കറ്റ് എടുത്തിട്ടാണ് പുള്ളി ഈ ഓഡിറ്റോറിയത്തിൽ കയറുന്നത്. കയറിനോട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, ഞാൻ ചെറിയ ടിക്കറ്റാണ് എടുത്തത്, അതുകൊണ്ട് സാറിന് ഈ സൈഡിലൂടെ ഒന്ന് ഇങ്ങനെ പുറത്തോട്ട് വരാൻ പറ്റുമോ? ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കവർ എന്നിട്ട് പറഞ്ഞു, കേരളത്തിലെ പ്രശസ്തരായ മാപ്പിളപ്പാട്ടുകാരുടെ ഒരു അപൂർവ കളക്ഷനാണ് ഇത്, നിങ്ങൾക്ക് അപൂർവ കളക്ഷനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾ മുമ്പിലിരിക്കുന്നത് അല്ല, എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലി വളരെ ദൂരെയാണ് ദുബായിൽ നിന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണാനായിട്ട് മാത്രം വന്നതാണ്. എനിക്ക് ഇപ്പോൾ പോയെങ്കിലേ അവിടേക്ക് ബസ് കിട്ടുള്ളൂ. എന്നിട്ട് എന്നെ കാണാനായിട്ട് എനിക്ക് ഈ ഒരു സീഡ് തരാനായിട്ട് അവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. കാരണം അതിനു മുമ്പ് പുള്ളിക്ക് ഞാൻ ഹോട്ടലിലേക്ക് വരാൻ സമയമില്ല. പുള്ളിക്ക് ദുബായിലേക്ക് വരുമ്പോഴേക്ക് ഈ ഷോ തുടങ്ങും. എന്നിട്ട് ഈ ഷോ കാണാതെ പുള്ളി പോകുന്നത്, കാരണം ബസ് കിട്ടണ്ടേ. ഈ പാട്ടുകൾ എനിക്ക് ഉപകാരപ്പെടും. എൻ്റെ കയ്യിലുള്ള പാട്ടുകളാണ്, ഇല്ലാത്ത പാട്ടുകളുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ. ക്യാപിറ്റൽ ഫോക്കസിൻ്റെ പ്രേക്ഷകരോടായി, ഈ സംഗീത ശാഖയെ സ്നേഹിക്കുന്നവരോടായി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല പാട്ടുകൾ കേൾക്കുക, നല്ലത് കാണുക, നല്ലത് അവതരിപ്പിക്കുക, നല്ലത് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എന്നുള്ളതൊക്കെ നമ്മളാണ് ഇതിനെ നിയന്ത്രിക്കുന്നതെന്നുള്ള ഗൗരവബോധം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതിന് സഹായമാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഏതായാലും ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. In 1936, French fried chicken came to Paris. But when the war started, all traces of this mouth-watering delight disappeared. That was until recently, when Jean-Paul, searching his attic, stumbled across his family's lost recipe. At last, the time had come to share French fried chicken with the world again. Dine on something you'll really enjoy. French fried chicken in Abu Dhabi. പൊതുജനങ്ങൾക്കായി എന്ന ഈ സെഗ്മെൻറ്റിൽ ഇനി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ്. അബുദാബിയിലെ അഹല്യ ആശുപത്രിയിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഡോക്ടർ പ്രേമനന്ദൻ ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ പ്രേമനന്ദൻ പൊതുവായി വിശദീകരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ജീവിതശൈലി രോഗങ്ങൾ അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്താണെന്ന് പറയാം. അതായത് മനുഷ്യൻ്റെ മാറി വരുന്ന ജീവിത ശൈലികളും കൂടി വരുന്ന ജീവിത സൗകര്യങ്ങളും മാറി വരുന്ന ഭക്ഷണ രീതികളും കൂടി വരുന്ന ആയുസ്സും ഇതെല്ലാം ഈ തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഈ രോഗങ്ങളൊന്നും തന്നെ പുതുതായി ഉണ്ടാകുന്ന രോഗങ്ങളല്ല. പൊതുവെ മനുഷ്യനിൽ പ്രായമാവുമ്പോൾ വരുന്ന രോഗങ്ങളൊക്കെ കുറേ നേരത്തെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. ഇതിൽ പല രോഗങ്ങളും മനുഷ്യൻ്റെ ഏറ്റവും നല്ല ആക്റ്റീവ് പീരീഡ് എന്ന് പറയുന്ന ഒരു 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ആ പ്രായത്തിൽ തന്നെ ഈ രോഗങ്ങളൊക്കെ ഇവരെ ബാധിക്കുന്നു. പ്രവാസികളിൽ മുഖ്യമായും കാണുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ പ്രേമനന്ദൻ പറയുന്നു. പ്രവാസികളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രോഗങ്ങളെപ്പറ്റി ഞാൻ പറയാം. പ്രധാനമായിട്ടും അമിതവണ്ണം, അതായത് ഒബീസിറ്റി എന്ന് പറയും. ഒരു ഏകദേശം 50% രോഗികളിലും
കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ വെയ്റ്റ് അതല്ലെങ്കിൽ ഒബീസിറ്റി. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇവർക്ക് അമിതമായ വണ്ണം വയ്ക്കുകയും പിന്നീട് ഇവരുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ കൂടിക്കാണുന്നതും ആണ് ഉണ്ടാവുക. ഈ അവസ്ഥയ്ക്ക് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഈ അവസ്ഥ തുടർന്ന് പോകുമ്പോൾ ഈ രോഗികൾ പിന്നീട് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾക്ക് സ്ഥിരമായ പ്രശ്നമുള്ളവരാവുകയും ഇതിനൊക്കെ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉള്ളവരായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ഈ രോഗങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഹൃദ്രോഗവും പക്ഷാഘാതവും ഒക്കെ സംഭവിച്ചെന്ന് വരാം. കൂട്ടത്തിൽ ഇവർ പുകവലിക്കുന്നു, മദ്യം കഴിക്കുന്നു, അതല്ലെങ്കിൽ പുകയില വേറെ തരത്തിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഇവർക്ക് പിടിപെട്ടെന്ന് വരാം. വേറെ ഇവരിൽ കാണുന്ന ഒരു പ്രശ്നം പൊതുവെ ഫാറ്റി ലിവറിൽ വരുന്ന ഒരു വീക്കമാണ്. അതും ഈ അമിതവണ്ണം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. കൂട്ടത്തിൽ മദ്യവും കഴിക്കുമ്പോൾ അതുകൊണ്ട് ലിവറിൻ്റെ വേറെ പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരുന്നു. പിന്നെ പുകവലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധമായ അലർജി, ബ്രോങ്കൈറ്റിസ്, ആസ്മ ഇവയൊക്കെ കൂടുതലായിട്ട് കണ്ടെന്ന് വരാം. പിന്നെ വേറൊരു പ്രശ്നം ഉദര സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഗ്യാസ്, അസിഡിറ്റി, റിഫ്ലക്സ് ഇതൊക്കെയും വയറ് വളരെ വലുതായിരിക്കുമ്പോൾ ഈ വയറിലെ പ്രഷർ കൂടിയിട്ട് ഈ ഗ്യാസ് തേട്ടി വരലും അസിഡിറ്റിയും പ്രോബ്ലംസ് ഒക്കെ ഇവർക്കുണ്ടാകുന്നു. അമിതവണ്ണമുള്ളവരിൽ ക്യാൻസർ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നതായിട്ട് പഠനങ്ങളിൽ കാണുന്നു. മാനസികമായ പ്രശ്നങ്ങൾ, ടെൻഷൻ, ജോലിയുടെ സ്ട്രെസ് കൊണ്ട് ഉറക്കക്കുറവ്, അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ, സെക്ഷൽ പ്രോബ്ലംസ് ഇതൊക്കെയും ഈ ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടെന്ന് വരാം. ഈ രോഗങ്ങൾ പിടിപെടാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കുന്നു. ഇത്തരം രോഗങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യായാമം എല്ലാവരും വളരെ കുറവാണ്. നടക്കുന്ന ശീലം പൊതുവെ ആർക്കും തന്നെ ഇല്ല. അതേസമയം കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അധ്വാനമൊന്നും ചെയ്യുന്നില്ല, അതേസമയം കൂടുതൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കൽ വളരെ കൂടുതലായി കാണുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, മദ്യം കഴിക്കൽ, സിഗരറ്റ് വലിക്കൽ, അതുപോലെ പുകയിലയുടെ ഉപയോഗം ഇതും കൂടി ആകുമ്പോൾ ഈ തരത്തിലുള്ള ഭക്ഷണ രീതി കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി കൂടുതലാകുന്നു. പിന്നെ അതുപോലെ തന്നെ പലരും അവരുടെ മാനസിക സംഘർഷം ഭക്ഷണം കഴിച്ചിട്ടാണ് തീർക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ശരീരഭാരം കൂടുകയും ഓവർ വെയ്റ്റ്, ഒബീസിറ്റി, മെറ്റബോളിക് സിൻഡ്രോം എന്നീ അവസ്ഥകൾ ഉള്ളവരായി തീരുന്നു. ഇനി ഇതിനുള്ള പ്രതിവിധികൾ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം രോഗങ്ങളുടെ ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയും അതെ, ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക, നമുക്ക് വേണ്ടാത്ത ശീലങ്ങൾ കുറയ്ക്കുക. അങ്ങനെ ഒരു 80% വരെ ഈ രോഗങ്ങളൊക്കെ തന്നെ മരുന്നൊന്നുമില്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ശരീരഭാരം കുറയ്ക്കണം. എക്സസ് വെയ്റ്റുള്ള രോഗികൾ ഒരു മാസത്തിൽ 2-3 കിലോ വെച്ച് ശരീരഭാരം കുറയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭക്ഷണരീതി, ഫാസ്റ്റ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി സാധനങ്ങൾ, കൂടുതലായിട്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇവയൊക്കെ തന്നെ കുറയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് കൂടുതൽ പച്ചക്കറികളും കൂടുതൽ ഫ്രൂട്ട്സും, ഫ്രൂട്ട് ജ്യൂസുകളല്ല, ഇവ കൂടുതൽ കഴിക്കുക. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൽ പകുതി ഭാഗവും ഫ്രൂട്ട്സ്, അതല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്സ് എന്നിവ ഉൾപ്പെടുത്തിയാൽ ഇത്തരം ആൾക്കാർക്ക്
ഭാരം കൂടാതെ നോക്കാനെങ്കിലും കഴിയുന്നതാണ്. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക, അതായത് ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ സമയം വ്യായാമം ചെയ്യേണ്ടതാണ്. നമ്മൾ കൂടുതൽ സമയം ടി വിയുടെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും ചെലവഴിക്കുന്ന ശീലം ഒഴിവാക്കേണ്ടതാണ്. പലരും ടി വിയുടെ മുമ്പിലും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലും ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ ശീലവും ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്നു. സ്വയം വിളിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് മേൽപ്പറഞ്ഞതെല്ലാം എന്ന് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്ന് എങ്ങനെ മോചിതരാക്കാം? നമ്മൾ സ്വയം ക്ഷണിച്ചു വരുത്തുന്ന ഒരവസ്ഥയാണ്. അതായത് ഒരു 60 മുതൽ 80% വരെ ഈ രോഗങ്ങൾ, അതായത് കൂടിയ ഷുഗർ, കൂടിയ പ്രഷർ, കൂടിയ കൊളസ്ട്രോള് എല്ലാം തന്നെ നമ്മൾ ജീവിതശൈലി മാറ്റം കൊണ്ട് ശരിയാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഇവർക്ക് വരുന്നുള്ളൂ. അതും ഈ രോഗങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ആക്റ്റീവ് പീരീഡിലാണ്. അതുകൊണ്ട് നമ്മുടെ പല കാര്യങ്ങൾക്കും ഈ രോഗങ്ങൾ തടസ്സമായി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ നമ്മൾ കഴിയുന്നതും നേരത്തെ തന്നെ മനസ്സിലാക്കി തടയേണ്ടതാണ്. ഇതിനായി എന്തെങ്കിലും ബോധവൽക്കരണങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ പ്രേമനന്ദൻ വിശദീകരിക്കുന്നു. അപ്പോൾ ഇത്തരം രോഗങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം വളരെ പ്രസക്തമാണ്. അത് ഡോക്ടർമാരായാലും വേറെ ഈ ആരോഗ്യ പ്രവർത്തകരായാലും അത് സർക്കാരായാലും കുടുംബത്തിൽ നിന്നായാലും മറ്റ് വ്യക്തികളിൽ നിന്നായാലും മീഡിയകളിൽ നിന്നായാലും ഇത്തരം രോഗങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രമായ റെഡ് വൈൻ, അതിനെക്കുറിച്ച് എൻ്റർടൈൻമെൻറ്റ് ന്യൂസ്. In 1936, French fried chicken came to Paris. But when the war started, all traces of this mouth-watering delight disappeared. That was until recently, when Jean-Paul, searching his attic, stumbled across his family's lost recipe. At last, the time had come to share French fried chicken with the world again. Dine on something you'll really enjoy. French fried chicken in Abu Dhabi. അബുദാബിയിൽ ഈ ആഴ്ച പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് റെഡ് വൈൻ എന്ന മോഹൻലാൽ ചിത്രമാണ്. എൽഡോറഡോ സിനിമയിലും നാഷണൽ സിനിമയിലും മുസഫയിലും അലൈനിലും നിറഞ്ഞ പ്രേക്ഷകരുടെ കയ്യടി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ചിത്രം ജൈത്രയാത്ര തുടരുന്നു. രതീഷ് വാസുദേവൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായി മോഹൻലാൽ പ്രേക്ഷകരുടെ കയ്യടി നേടുമ്പോൾ പുതുതലമുറയിലെ ഫഹദ് ഫാസിലും ആസിഫ് അലിയും മറ്റു പ്രധാന വേഷങ്ങളിലെത്തും. ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രതീഷ് വാസുദേവൻ. ഒരുപാട് സമരങ്ങൾ കണ്ട ഭൂമികയാണ് വയനാട്. ഇത് രമേശന്റെ ഭാര്യ നൽകിയ മാൻ മിസ്സിംഗ് പരാതിയാണ്. ആർക്ക് വേണ്ടിയാ താൻ വിളിപ്പിച്ചേ? താങ്ക്സ്. സലാം ബാപ്പുവിന്റെ കന്നിച്ചിത്രമായ റെഡ് വൈൻ നാടകത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുടങ്ങുന്നത്. ആ നാടകം എന്റെ ജീവിതം തന്നെയാണ്. അബുദാബിയിലെ നാടക സൗഹൃദം കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ മാമൻ കെ രാജന്റെ തിരക്കഥയാണ് ഈ ചിത്രത്തിന്റെ ആധാരം. ഗുഡ് ജോബ്. താങ്ക് യു. കോംറേഡിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആകെയുള്ളൊരു മ്യൂച്വൽ ഫ്രണ്ട് നവാസാണ്. ക്യാപിറ്റൽ ഫോക്കസിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. sianvisualmedia@gmail.com. നന്ദി, നമസ്കാരം.